അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ കേരളം സാക്ഷര കേരളം, സുന്ദര കേരളം, ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത്, അഭിമാനിക്കാറുള്ളത്. ആ കേരളത്തിലെ രാഷ്ട്രീയ രംഗങ്ങളിൽ പോലും ഉത്ബുദ്ധരെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് കേരളത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്ന് വിശ്വസിച്ച് നമ്മൾ വോട്ട് ചെയ്ത് പാർലമെൻറ്റിലേക്കും കേരള നിയമസഭയിലേക്കുമൊക്കെ തിരഞ്ഞെടുത്തയക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കിടയിൽ പോലും അന്ധവിശ്വാസത്തിന് എത്രമാത്രം സ്വാധീനമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ സംസാരങ്ങളും ചർച്ചകളും വർത്തമാനങ്ങളും വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്തൊരു അബദ്ധമായിട്ടുള്ള ധാരണയിലാണ് ഉത്ബുദ്ധരെന്ന് നമ്മൾ വിചാരിക്കുന്ന പല നേതാക്കന്മാർ പോലും കഴിഞ്ഞുകൂടുന്നത്. ഏതെങ്കിലും ഒരു കോഴിമുട്ടയിലോ ഒരു തകിടിലോ ഒരു കരിക്കിലോ മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തെ തകിടം മറിക്കാൻ, ആ മനുഷ്യനെ അപായപ്പെടുത്താൻ, ആ മനുഷ്യനെ പരാജയപ്പെടുത്താൻ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ജ്യോത്സ്യനോ പണിക്കർക്കോ അല്ലെങ്കിൽ തങ്ങൾമാർക്കോ മുസ്ലിയാക്കന്മാർക്കോ ബീവിമാർക്കോ സാധിക്കും എന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മുടെ ഇന്ത്യ രാജ്യം, അതുപോലെ തന്നെ മറ്റു ലോകരാഷ്ട്രങ്ങളൊക്കെയും അവരുടെ ബഡ്ജറ്റിൽ വലിയ ഒരു സംഖ്യ എന്തിനാണ് അയൽ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കടന്നുകയറ്റത്തെ തടയുന്നതിന് നമ്മുടെയൊക്കെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ എല്ലാവിധ ആയുധങ്ങളും നൽകി വലിയ സേനകളെ നിർത്തുന്നത്? കോരിച്ചൊരുന്ന മഴയാണെങ്കിലും കടുത്ത തണുപ്പാണെങ്കിലും കാലാവസ്ഥയുടെ ഏതു പ്രയാസങ്ങളാണെങ്കിലും കൊടും ചൂടിലാണെങ്കിലും അതിർത്തികൾ കാക്കുന്ന പട്ടാളക്കാർ ഓരോ രാജ്യത്തിൻ്റെയും അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെയൊക്കെ ഇത്ര പ്രയാസപ്പെടുത്തി വലിയ സംഖ്യ ചെലവഴിച്ച് അതിർത്തികളിൽ ഈ പറയപ്പെടുന്ന ജ്യോത്സ്യന്മാരെയോ തങ്ങന്മാരെയോ മുസ്ലിയാക്കന്മാരെയോ ഒക്കെ കുറച്ച് കോഴിമുട്ട കൊടുത്ത് നിർത്തിയാൽ പോരെ? എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വീടുകളിലേക്ക് ഒരു ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റ് വീട്ടിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പാത്രത്തിൽ ഒരൽപ്പം പൂവും ഒരൽപ്പം കുരുമുളകും പച്ചരിയും മറ്റെന്തെങ്കിലും ഒരു കോഴിത്തലയുടെ കഷ്ണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തകർന്നുപോയി എന്ന് വിശ്വസിക്കുന്നിടത്തേക്ക് മനുഷ്യർ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യർ എത്രമാത്രം അന്ധവിശ്വാസത്തിലാണ് ഇപ്പോഴും മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കേരളത്തിൽ ഇത്രമാത്രം അന്ധവിശ്വാസമുണ്ടെങ്കിൽ സാക്ഷര രംഗത്ത് ഇത്രയൊന്നും ഉന്നതിയില്ലാത്ത മറ്റു സ്റ്റേറ്റുകളിൽ കഴിയുന്ന മനുഷ്യരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? സഹോദരങ്ങളെ, എന്താണ് സത്യത്തിൽ കൂടോത്രം എന്ന് പറയുന്നത്? ഈ കൂടോത്രം നടത്തി കൊടുക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. കോഴിമുട്ടയിൽ എന്തൊക്കെയോ വരച്ച് തകിടിൽ എന്തൊക്കെയോ ജപിച്ച് അത് ഏതെങ്കിലും ഒരു കവറിൽ പൊതിഞ്ഞ് ഇനി നിങ്ങൾ കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് വെച്ചോളൂ, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊള്ളും എന്ന് പറയുന്നത് ഒരു ജ്യോത്സ്യനാണ്, അല്ലെങ്കിൽ ഒരു പണിക്കരാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിയാരാണ്, അല്ലെങ്കിൽ ഒരു തങ്ങളാണ്. ആ തരത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഓരോ വ്യക്തികളാണ്. ആ വ്യക്തികളുടെ തന്നെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ തരത്തിലുള്ള അന്ധവിശ്വാസികൾ അവരുടെ അടുത്തേക്ക് ചെന്നു ഈ തരത്തിലുള്ള ആവശ്യങ്ങൾ ചോദിക്കുന്നില്ല എങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകൾ മുഴുവനും വട്ടപൂജ്യമാണ്. ശരിക്കും തൂമ്പയും അതുപോലെ തന്നെ മറ്റു ആയുധങ്ങളും എടുത്ത് ഏതെങ്കിലുമൊക്കെ തൊഴിലുറപ്പ് പദ്ധതികളിൽ നടക്കേണ്ട ആളുകളാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ വലിയ വലിയ വാഹനങ്ങളിൽ വലിയ തൊപ്പിയും വലിയ തലയെക്കെട്ടും അതിനു മുകളിൽ ഒരു പച്ച പുതപ്പുമൊക്കെ ഇട്ട് അല്ലെങ്കിൽ വലിയ വലിയ വസ്ത്രങ്ങളും ആഡംബര വാഹനങ്ങളിലും നടക്കുന്നത്
നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസികളായിട്ടുള്ള ഒരൽപ്പം പോലും ബുദ്ധി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന ഒരു വലിയ ജനതയുടെ പിന്തുണയാണ് ഈ തരത്തിലുള്ള കൂടോത്രങ്ങൾ നടത്തി കൊടുക്കുന്ന ആളുകളുടെ ഉൽപ്പന്നങ്ങൾ. അവരുടെ ജീവിതമാർഗം ഈ പാവപ്പെട്ട അന്ധവിശ്വാസികളാണ്. ഈ ആളുകൾ ഉത്ബുദ്ധരായി കഴിഞ്ഞാൽ ഈ കോഴിമുട്ട കൊണ്ടോ തകിട് കൊണ്ടോ കരിക്ക് കൊണ്ടോ അല്ലെങ്കിൽ കോഴിത്തല കൊണ്ടോ ഇവർ പറയപ്പെടുന്ന ഏതെങ്കിലും ചില സംഗതികളെ കൊണ്ട് അവരുദ്ദേശിക്കുന്ന തന്റെ അയൽവാസിയെ അല്ലെങ്കിൽ തന്റെ എതിർ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ തന്റെ എതിർ പാർട്ടിക്കാരനെ തളർത്തുവാനും തകർക്കുവാനും കഴിയും എന്ന വിശ്വാസമാണ് പലപ്പോഴും ഈ തരത്തിലുള്ള ആശ്രമങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ ജീവിത മാർഗം തന്നെ. അല്ലായിരുന്നുവെങ്കിൽ ഇവരൊക്കെയും പട്ടിണി പാവങ്ങളായിക്കൊണ്ട് ശരിക്കും നമ്മുടെ നാട്ടിൽ യാചന നടത്തുന്ന ആളുകളെ പോലെ നാട്ടിൽ ഇറങ്ങി നടക്കേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ തൊഴിലെടുത്ത് ജീവിക്കേണ്ടുന്ന ആളുകളാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്തു തരാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ജനതയെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ധാരാളമായിട്ട് ഭൂരിപക്ഷമായിട്ട് കാണുന്നു എന്നത് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്നതിൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് ഇനിയും ആളുകൾ എത്തിയിട്ടില്ല എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. നോക്കൂ, കേരളത്തിലെ നവോത്ഥാന രംഗത്ത്, വിശ്വാസ രംഗത്ത് കുറച്ചുകൂടിയൊക്കെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ശക്തിയും ഒരു ബോധവും കാണിക്കേണ്ട ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ. മുസ്ലിങ്ങളുടെ അവരുടെ വിശ്വാസം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ഒരുത്തനുമില്ല. ആ അള്ളാഹുവിനോട്, ആരാണ് അള്ളാഹു? അതിൽ വർഗീയതയില്ല. അള്ളാഹു എന്ന് പറയുന്ന ശക്തിയെ വിശ്വസിക്കുന്നതിൽ വർഗീയതയില്ല. എന്താ കാരണം? ആരാണോ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് അവനാണ് അള്ളാഹു. അവൻ അള്ളാഹു എന്ന് വിളിക്കാം, അവന് ചേരുന്ന ഏറ്റവും നല്ല നാമങ്ങൾ കൊണ്ടൊക്കെ അവനെ വിശേഷിപ്പിക്കാം. അള്ളാഹു എന്നത് ഒരു മുസ്ലിം നാമമായിട്ട്, മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന അറബിയിൽ പറയുന്ന ഒരു നാമമായിട്ട് അതിനെ കണ്ടാൽ മതി. അതല്ലാതെ മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേക ഗോത്ര ദൈവമായിട്ട് അങ്ങനെ ഒരു ദൈവമില്ല. മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിക്കുകയും ആ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും അവരെ വളരെ കൃത്യമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മാർഗങ്ങളും ശരിപ്പെടുത്തി കൊടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആരാധ്യന മാത്രമാണ് വിശ്വസിക്കുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും ഈ തരത്തിലുള്ള ഒരു കൂടോത്രത്തിലും വിശ്വാസം വരാൻ സാധ്യതയില്ല. എന്താ കാരണം? കൂടോത്രവാദികൾ പലപ്പോഴും അവർ കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന മുട്ടയോ തകിടോ എന്തോ ആവട്ടെ, അതിൽ അവർ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി ജപിക്കുന്നു, അതിൽ ഊതിക്കെട്ടുന്നുണ്ട്. ഈ ഊതിക്കെട്ടുന്നത് യഥാർത്ഥത്തിൽ സ്രഷ്ടാവിനോടുള്ള പ്രാർത്ഥനകൾ അല്ല, സ്രഷ്ടാവിനോടുള്ള പ്രാർത്ഥനകൾ അല്ല. അവര് വിശ്വസിക്കുന്ന ഏതൊക്കെയോ വ്യാജമായിട്ട് പറഞ്ഞുണ്ടാക്കിയ സങ്കല്പങ്ങളിലെ ആരാധ്യരെയാണ് അവർ ഈ കൂടോത്രത്തിന് വേണ്ടിയിട്ട് സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം ആരാധ്യനായ അള്ളാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥനയും ഒരു മന്ത്രവും യാതൊരു തരത്തിലും ഒരു അനക്കവും ഉണ്ടാക്കാത്ത, ഒരു ഗുണവും ഉണ്ടാക്കാത്ത, ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത ഒരു വെറും പാഴ് പ്രവൃത്തി മാത്രമാണ്. ആരാണോ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് അവനോട് മാത്രമാണ് എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു മതമാണ് മുസ്ലിങ്ങൾ, ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചിട്ട് ഈ കേരളത്തിലെ നവോത്ഥാന രംഗത്തുണ്ടായിരുന്ന മുജാഹിദുകളായ ആളുകൾ, KNM മർക്കസുദ്ദഅവയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവരുടെ മാറത്ത് വലിയ ഒരു പോസ്റ്റർ വെച്ചുകൊണ്ട് ലോകത്ത് എവിടെയാണെങ്കിലും ഇരിക്കുന്ന മുഴുവൻ മന്ത്രവാദികളെയും വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള കൂടോത്രം വഴി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിക്ക് നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മുമ്പിൽ കൃത്യമായിട്ട് ആദർശം പ്രഖ്യാപിച്ച ഒരു സംഘമാണ് മർക്കസുദ്ദഅവ ഇസ്ലാഹി പ്രവർത്തകർ. കഷ്ടമെന്ന് പറയട്ടെ, അതിൽ മാറത്ത് പോസ്റ്റർ വെച്ച പല നേതാക്കന്മാരും അവരുടെ വിശ്വാസത്തിൽ മായം ചേർത്തി
ഈ കൂടോത്രവാദികളുടെ വിശ്വാസത്തിലേക്ക് പോയവരുണ്ട്. കൂടോത്രം ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റുമാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് ഈ തരത്തിലുള്ള ആളുകൾ കൂടോത്രത്തെ കുറിച്ച് ഭയപ്പാടുകൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ കേരളത്തിൽ ഈ ഒരു കാര്യത്തിൽ കൂടോത്രത്തിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അതിന് യാതൊരു പ്രതിഫലനവുമില്ല. നിങ്ങൾ ഉഴിഞ്ഞിട്ട കോഴിമുട്ട ചീഞ്ഞു പൊട്ടിപ്പോകുമെന്നല്ലാതെ, ആ വെള്ളരി ചീഞ്ഞു പോകുമെന്നല്ലാതെ, ആ തകിട് മണ്ണ് കയറി തുരുമ്പ് പിടിച്ച് നശിച്ചു പോകുമെന്നല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാക്കാൻ ഈ പറയുന്ന മന്ത്രവാദങ്ങൾ കൊണ്ടോ കൂടോത്രങ്ങൾ കൊണ്ടോ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ ഇന്നും ആർജവത്തോടുകൂടി നെഞ്ചു വിരിച്ചു പറയുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗമാണ് KNM മർക്കസുദ് ദഅവ എന്ന് പറയുന്ന ഇസ്ലാഹി പ്രവർത്തകർ. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു, മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളെ തകർക്കാൻ, അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരാവട്ടെ മറ്റേതു തരത്തിലുള്ളവരാവട്ടെ, നിങ്ങളെ തകർക്കാൻ, നിങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ ഒരു കൂടോത്രവാദിക്കും ഒരു മന്ത്രവാദിക്കും സാധ്യമല്ല. ഇവർ മുഴുവനും പറഞ്ഞുണ്ടാക്കുന്നത് കളവും സത്യമല്ലാത്ത ആളുകളെ ഭയപ്പെടുത്തുന്ന വർത്തമാനങ്ങളും മാത്രമാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് പഴയ കാലത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണത്? പ്രേതബാധ ശരീരത്തിൽ മനുഷ്യരിലേക്ക് വരുമെന്ന്. ഏതോ കാലങ്ങളിൽ മരിച്ചുപോയ ആളുകളുടെ പ്രേതം, അവരുടെ റൂഹ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമെന്ന് അങ്ങനെ ഒരു ഉമ്മാമക്കഥ നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്നില്ലേ? എന്താ ഇപ്പോ പ്രേതബാധ ആരിലും കാണാത്തത്? എന്താ പ്രേതത്തെ ഇപ്പൊ ജനങ്ങൾ ഭയപ്പെടാത്തത്? വളരെ കൃത്യമായിട്ടുള്ള ഉത്ബോധനം. പ്രേതം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥ മാത്രമാണ്. നോക്കൂ, നമ്മുടെ നാട്ടില് വസൂരി പോലെയുള്ള രോഗങ്ങൾ വരുമ്പോൾ വീട്ടിൽ 1, 2, 3 ആളുകളൊക്കെയും വസൂരി വന്ന് രോഗിയായി കിടക്കുമ്പോ അവര് ആ രോഗത്തിന്റെ പ്രയാസം ഒന്ന് കഴിഞ്ഞാൽ അവര് പണ്ടൊക്കെ വേലി കെട്ടുന്ന സമ്പ്രദായമായിരുന്നു. വേലി കെട്ടുന്ന ആ സ്ഥലത്ത് പോയിട്ട് 3 വേലികൾ, അതായത് 3 വഴികളിലേക്ക് തിരിഞ്ഞു പോകുന്ന വേലിയുള്ള സ്ഥലത്ത് ചെന്നിട്ട് പറയും, പൊട്ടിയും മക്കളും പോകണം, പൊട്ടിയും മക്കളും പോകണം എന്ന് 3 വട്ടം പറഞ്ഞ് അവിടുന്ന് പോരണം. പോരുന്ന സമയത്ത് തിരിഞ്ഞു നോക്കരുത് എന്ന് ഈ കൂടോത്രവാദികൾ, ഈ മന്ത്രവാദികൾ ഈ പാവപ്പെട്ട ജനതയെ പറഞ്ഞു പറ്റിച്ചിരുന്നു. അതിനൊരുപാട് വകഭേദങ്ങളുണ്ട്. പോകുമ്പോൾ ചൂലും മുറവും കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നതാ. എന്നിട്ട് ഈ ചൂല് കൊണ്ട് മുറത്തിന്റെ പുറത്ത് അടിക്കും. എന്നിട്ട് പറയും, പൊട്ടിയും മക്കളും പൊയ്ക്കോളയും. അത് പറഞ്ഞ് തിരിച്ച് പോരുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കരുത് എന്ന് വരെ പറഞ്ഞിട്ട് ആളുകളെ ഭയപ്പെടുത്തിയിരുന്നു. ഇന്ന് വസൂരി പോലെയുള്ള രോഗങ്ങൾ വന്നാൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സയുണ്ട്. ആ ആളുകൾ ആ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നു, ഭേദമാകുന്നു. അവർ വീട്ടിൽ നിന്ന് ആ ഭേദമായി കഴിഞ്ഞാൽ അവരുടെ ജോലിക്ക് പോകുന്നു. ഇന്ന് ആരെങ്കിലും വേലി തിരിഞ്ഞു നടന്നാൽ ഇന്ന് വേലി ഇല്ല എന്നതാണ് ഒരു വലിയ സത്യം. എല്ലാം മതിൽക്കെട്ടുകളായി. മതിൽക്കെട്ടിന്റെ അടുത്ത് ചെന്നിട്ട് ഇത് പറയാനും പറ്റൂല. കാരണം എന്തേ? അങ്ങനെ ഒരു അന്ധവിശ്വാസം ഇപ്പൊ ഇനി പുതിയതായിട്ട് പഠിപ്പിച്ചുണ്ടാക്കിയിട്ട് വേണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പ്രേതബാധയെ പോലെ പൊട്ടിബാധയെ പോലെ ഈ തരത്തിലുള്ള പൊട്ടാസുകൾ മുഴുവനും പറഞ്ഞുണ്ടാക്കി. കോത്താമ്പികളെ പോലെ, ചെക്കുട്ടിപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് കുറെ, അതുപോലെ തന്നെ മീൻകുളത്തി എന്ന് പറയുന്ന കുറെ, അങ്ങനെ ഒരുപാട് ഇല്ലാത്ത മായാവി കഥകൾ. നമ്മുടെയൊക്കെ ബാലരമയിൽ വരുന്ന മായാവിയും ലുട്ടാപ്പിയും ഡാഗിനിയും കുട്ടൂസനും രാജുവും രാധയും ഏതൊരർത്ഥത്തിൽ ഇല്ലാത്ത ആളുകളാണ്. അതേപോലെ ഇല്ലാത്ത ഒരുപാട് കഥാപാത്രങ്ങളെ പറഞ്ഞുണ്ടാക്കി അതൊക്കെയും വിശ്വസിക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ എല്ലാ മതങ്ങളിലുമുണ്ട്. ഇസ്ലാമിൽ അതിനും സ്വാധീനം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുജാഹിദുകളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ പോലും കൂടോത്രം ഫലിക്കും എന്ന് പറഞ്ഞു നടക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ട്, മൗലവിമാരുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് കൂടോത്രം ഫലിക്കൊന്നുമില്ല. പക്ഷേ വേറെ ചില ആളുകൾക്ക് ഫലിച്ചിട്ടുണ്ട് എന്ന് പറയും. ആർക്കാ ഫലിച്ചതെന്ന് ചോദിച്ചാൽ, ആ ഫലിച്ചത്, കൂടോത്രം ഫലിച്ചതിന് ലോകത്തിന്റെ മുമ്പിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണത്രേ. ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി തുറന്നു പറയാൻ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് സൂറ ബഖറയിൽ അതിന്റെ 257 ഒരു വചനം നമ്മുടെ മുമ്പിൽ അള്ളാഹു, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ്, അവന്റെ വേദ വെളിച്ചത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു,
യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അള്ളാഹുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും അവൻ നിങ്ങളെ പ്രകാശത്തിലേക്ക് എത്തിച്ചു തരും. വല്ലദീന കഫറു ഔലിയാഉഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്. അല്ല, നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്ത വ്യാജ ആരാധ്യരെയാണ് നിങ്ങൾ സമീപിക്കുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ആ വ്യാജ വിശ്വാസം, ആ വ്യാജ സങ്കല്പം നിങ്ങളെ പ്രകാശത്തിൽ നിന്ന് ഇരുളിലേക്ക് തന്നെയാണ് കൊണ്ടുപോവുക. ആ തരത്തിലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ പ്രകാശം ലഭിക്കേണ്ടുന്ന ആ ഒരു സംവിധാനത്തെ, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന, അതിൽ നിന്ന് മനുഷ്യർ സങ്കല്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ചിത്രങ്ങൾ, രൂപങ്ങൾ, അതുപോലെയുള്ള ഒരുപാട് ആരാധ്യർ, അവർക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അത് വലിയൊരു അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസങ്ങളുടെ എല്ലാത്തിൻ്റെയും അതിൻ്റെ ഏറ്റവും ഉന്നത മൂർത്തിയായി നിൽക്കുന്നത് കൂടോത്രം, മാരണം, സിഹ്ർ എന്നൊക്കെ പറയുന്ന ആളുകളെ പറഞ്ഞു പേടിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ, നിങ്ങൾ കുറച്ചൊക്കെ ആളുകൾക്ക് മുമ്പിൽ ഉത്ബുദ്ധരാണ്, നേതാക്കന്മാരാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അവർക്കിടയിൽ നിങ്ങൾ ഇത്രമാത്രം പൊട്ടന്മാരും അറുവഷളന്മാരുമാണ് എന്ന് നിങ്ങൾ സ്വയം ആളുകളെ പറഞ്ഞു പരിചയപ്പെടുത്തരുത്. നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു കോഴിമുട്ടയോ ഒരു തകിടോ കിട്ടിക്കഴിഞ്ഞാൽ ആ മുട്ടയൊന്ന് കുലുക്കി നോക്കി കേടില്ലെങ്കിൽ പുഴുങ്ങി തിന്നണം. അതിനപ്പുറം ഒന്നുമില്ല. അല്ല, വെള്ളരിയാണ് കിട്ടുന്നതെങ്കിൽ അത് വെച്ച് കറി വെക്കണം. അതല്ലാതെ ഇതിൽ നിന്ന് എന്തോ എനിക്ക് എന്നെ പരാജയപ്പെടുത്താൻ, എന്നെ പ്രതിസന്ധിയിലാക്കാൻ എന്തൊക്കെയോ ഇതിൽ നിന്ന് വരാനുണ്ടെന്ന വിശ്വാസം, ഏറ്റവും ചെറിയ ഭാഷയിൽ പറഞ്ഞാൽ വിവരമില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു വിശ്വാസം മാത്രമാണത്. അതുകൊണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളും, തന്ത്രിമാരും, അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള പണ്ഡിതന്മാരും ഹൈന്ദവ സഹോദരങ്ങളും ഒക്കെ പറയുന്നുണ്ട്, ഈ മാരണം, കൂടോത്രം ആളുകളെ പറ്റിക്കാനുള്ളത് മാത്രമാണ്, അതിൽ നിന്നൊരു ഒന്നും തന്നെ ഒരു മനുഷ്യനും ഒരു ഉപദ്രവം സംഭവിക്കുകയില്ല എന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് വളരെ വ്യക്തമായി കൊണ്ട് പറയാനുള്ളത്, നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ശരിപ്പെടുത്തുക. ഏത് മതവിശ്വാസികളാണെങ്കിലും നിങ്ങളെ തകർക്കാൻ, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആരാധ്യൻ എന്ന് കരുതുന്ന ആ ആരാധ്യന് സാധിക്കാതെ വരുമ്പോൾ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരുപാട് വ്യാജ സങ്കല്പ മന്ത്ര കൂടോത്രവാദികൾ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരും. അവരെ മുഴുവനും ഒഴിവാക്കിക്കൊണ്ട്, നിരാകരിച്ചുകൊണ്ട്, ഇല്ല, ആർക്കും എന്നെ തകർക്കാൻ സാധിക്കുകയില്ല, ഏതെങ്കിലും ഒരു തരത്തിൽ മറഞ്ഞ വഴിയിലൂടെ, ഒരു കോഴിമുട്ട കൊണ്ട്, ഒരു ഈത്തപ്പനയുടെ പോള കൊണ്ട്, അതിന്റെ ഹാൻകുല കൊണ്ട്, അല്ലെങ്കിൽ മുടി കൊണ്ട്, ചീർപ്പ് കൊണ്ട് ഏതെങ്കിലും മനുഷ്യനെ തകർക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരും ശ്രദ്ധിക്കണം. അന്ധവിശ്വാസങ്ങളല്ല ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അവർക്ക് നിർഭയത്വത്തിന്റെ പാതയാണ് പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. ആയതുകൊണ്ട് ഈ സന്ദർഭത്തിൽ അവസാനിപ്പിക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരോടും ആ തരത്തിലുള്ള ആളുകളോടും പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ഒരു കോഴിമുട്ടക്കും സാധിക്കുകയില്ല, ഒരു തകിടിനും സാധിക്കുകയില്ല, ഒരു കരിക്കിനും സാധിക്കുകയില്ല എന്നാണ്. നിങ്ങൾക്ക് കാര്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും KNM മർക്കസു ദഅവ ഇസ്ലാഹി പ്രവർത്തകരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ദിശാബോധം നൽകും ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.